നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് ടിപ്സ് ആയിട്ടോ മാറി 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 പറഞ്ഞു തരുന്നു. അപ്പൊ എല്ലാം അത് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ മുരിങ്ങയുടെ ജ്യൂസ് എടുത്തല്ലോ, മുരിങ്ങയുടെ ജ്യൂസും നെല്ലിക്കപ്പൊടി ആംല പൗഡർ കേട്ടോ, അത് വെച്ച് തേച്ചതാണ് കേട്ടോ. എന്താ അപ്പൊ കുഞ്ഞു കുഞ്ഞു മുടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു മുടി കണ്ടോ, കണ്ടോ? എല്ലാവരുടെ നോക്കിയാലും അറിയാൻ പറ്റും കേട്ടോ, കുഞ്ഞു മുടിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മള് മുടിയെല്ലാം വളർന്നുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ നീട്ടം, ഉണ്ടോ? ചിലത് കുഞ്ഞുണ്ട്, ബേബി ഹെയർ നമുക്ക് കാണാൻ പറ്റില്ല, അത് നീട്ടം വെക്കുമ്പോഴേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരുടെയും മുടി ശ്രദ്ധിച്ചറിയാൻ പറ്റും കേട്ടോ. മുടി വളർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാണ്. എത്ര മുടി വേണമെങ്കിലും പൊയ്ക്കോട്ടെ, ഒരു ദിവസം 100 മുടിയൊക്കെ പൊയ്ക്കോട്ടെ കേട്ടോ, വിഷമിക്കാനില്ല. അതുപോലെ വന്നുകൊണ്ടിരിക്കും. ചില സമയം നമുക്ക് തോന്നും, അയ്യോ നമുക്ക് മുടി ഒട്ടും ഉള്ളില്ലല്ലോ, എല്ലാം പോയല്ലോ എന്നുള്ള സങ്കടമായിരിക്കും. അത് കഴിഞ്ഞപ്പോ കുറെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു തിക്നെസ് നമുക്ക് തോന്നും. അത് സ്വാഭാവികമാണ് കേട്ടോ. അത് പോവാനുള്ള മുടി പോവും, വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തരുത് കേട്ടോ. നമ്മള് മുടിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നിർത്തരുത്. വേണ്ട ടിപ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ജെല്ലുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വളരുന്ന മുടിക്ക് ബലം കിട്ടും, ഓരോന്ന് കേട്ടോ. സ്കാൽപ്പിനെ ബലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ട്. അപ്പം ഇനിയും ഒരുപാടുണ്ട്. നമ്മളുടെ ചുറ്റുപാടുമുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേനൽക്കാലം ആണെങ്കിലും മഴക്കാലമാണെങ്കിലും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളുണ്ട് മുടിക്ക് വേണ്ടിയിട്ട് കേട്ടോ. വേണ്ട ഓയിലിങ് ചെയ്തുകൊണ്ടിരിക്കുക, മുടി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. വരണ്ടിരിക്കാതെ ശ്രദ്ധിക്കാം. മുടി എപ്പോഴും എടുത്തി പിന്നിടാൻ പറ്റുമെങ്കിൽ പിന്നിട്ട് കിടക്കാം, അല്ലെങ്കിൽ കെട്ടിവെച്ച് കിടക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ശ്രദ്ധിച്ചോളണം കേട്ടോ മുടി. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ആരെങ്കിലും? മുടിയുടെ കൊഴിഞ്ഞുപോക്ക് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ നമ്മൾ ഈ അകത്തേക്കുള്ളതും ഇതുപോലെയുള്ള ഭക്ഷണങ്ങള്, വിറ്റാമിൻ, കാൽസ്യം, പൊട്ടാഷ്യം, ഇതെല്ലാം, മാഗ്നീഷ്യം, ഇതെല്ലാം നമുക്ക് ഉള്ള പദാർത്ഥങ്ങൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ച് നോക്കിക്കോളൂ. പേരക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ അത് ഉപയോഗിക്കാം. പപ്പായ നമ്മൾ ഈ നല്ല പഴുത്ത പഴം അരച്ചിട്ട് നമ്മൾ പാക്ക് ആക്കാറുണ്ട് കേട്ടോ. തലയിൽ പരത്താനൊക്കെ ആയിട്ട് പാക്ക് ആക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പപ്പായ ഉപയോഗിക്കാം, പലതും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നും നിങ്ങൾ ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും തേക്കും കേട്ടോ. തേച്ചിട്ട് ഈ ടിപ്സ് എല്ലാം ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സുമായിട്ട് നാളെ കാണാം. എല്ലാവർക്കും നല്ല വരട്ടെ.